ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അങ്കോളൻ ദേശീയ അസംബ്ലിയിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സമരത്തിലുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് പാലക്കാട് സമാപിക്കും. മലപ്പുറം മുന്നേറ്റം തുടരുന്നു. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9 വോട്ടെടുപ്പ് നടക്കും. 2ാം ഘട്ടം ഡിസംബർ 11 നടക്കും. 13 വോട്ടെണ്ണൽ. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 മുനിസിപ്പൽ കൌൺസിലുകൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ആകെ 2,84,30,761 പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. സംസ്ഥാനത്ത് ആകെ 1,34,12,470 പുരുഷ വോട്ടർമാരും 1,50,18,1010 സ്ത്രീ വോട്ടർമാരും 281 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉള്ളത്. 33,746 പോളിംഗ് സ്റ്റേഷനുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ CMP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോർപ്പറേഷൻ 60ാം ഡിവിഷൻ, ചാലപ്പുറം 51ാം ഡിവിഷൻ, നടുവട്ടം എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. 3.7 കോടിയിലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അങ്കോളൻ ദേശീയ അസംബ്ലിയിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. അങ്കോളയിലെ ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും. നാളെ അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികാഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പര്യടനത്തിന്റെ 2ാം പാദത്തിൽ നാളെ മുതൽ ഈ മാസം 13 വരെ ശ്രീമതി മുർമു ബോട്സ്വാന സന്ദർശിക്കും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം 3 മണിക്ക് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. സമരത്തിലുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്താണ് ചർച്ച. KGM CTA നേതൃത്വത്തിൽ ഈ മാസം 13 സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചർച്ച. പാലക്കാട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് സമാപനമാകും. നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം ജില്ല 1124 പോയിന്റുമായി 1ാം സ്ഥാനത്ത് തുടരുന്നു. 1095 പോയിന്റുമായി കണ്ണൂരും 1066 പോയിന്റുമായി കോഴിക്കോടുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നിലവിൽ സ്കൂൾ തലത്തിൽ 1ാമത് തുടരുന്നത്. ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര, IT പ്രവൃത്തി പരിചയമേളകളിലായി 8500 വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 221 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ 122 ഇനങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ട് മോയൻ സ്കൂളിലെ വേദിയിലാണ് സമാപന സമ്മേളനം. സമാപനത്തിന് ശേഷം ശാസ്ത്രമേള നടന്ന സ്കൂളുകൾ അധ്യാപക സംഘടനകളിലെ സന്നദ്ധ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. 10 കിലോമീറ്റർ പരിധിയിൽ 6 മാസത്തേക്ക് നിരീക്ഷണം ശക്തമാക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർന്ന അടിയന്തര അവലോകന യോഗം തീരുമാനിച്ചു. 3 മാസത്തിനകം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിലവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 7 മുണ്ടൂർ എന്ന സ്ഥലത്താണ് 20-ലധികം പന്നികൾ അസ്വാഭാവിക രീതിയിൽ ചത്ത ശ്രദ്ധയിൽപ്പെട്ടെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് പന്നികളുടെ ആന്തരിക അവയവങ്ങൾ ശേഖരിച്ച് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. കാട്ടുപന്നിയിൽ നിന്നും രോഗം പകരുന്നുവെന്നാണ് പ്രാഥമികമായ നിഗമനം. പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ഏരിയ ചുറ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30ഓളം പന്നികളാണ് രോഗം ബാധിച്ച് ഇതിനകം ചത്തത്. നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ പറഞ്ഞു. പന്നികളെ വിപണനത്തിനും കൊണ്ടുപോകുന്നതിനും നിയന്ത്രണം ഉണ്ട്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമായി പാലിക്കണമെന്ന് കേരള പോലീസ്. തിരക്ക് ഒഴിവാക്കുന്നതിനായി ബുക്കിംഗിൽ അനുവദിച്ചിട്ടുള്ള സമയ സ്ലോട്ട് കർശനമായി പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാത്തവർക്ക് നീണ്ട കാത്തിരിപ്പ് സമയം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. കണ്ണൂരിൽ നടക്കുന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് FC തിരുവനന്തപുരം കൊമ്പൻസുമായി ഏറ്റുമുട്ടും. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി KO ശശിധരൻ. സീസണിലെ ആദ്യ മത്സരത്തിൽ കൊമ്പൻസിനെ പരാജയപ്പെടുത്തിയതിന്റെ ആവേശത്തിലാണ് വാരിയേഴ്സ് ഇന്ന് കളത്തിലിറങ്ങുക. 5 മത്സരങ്ങൾ കളിച്ച കണ്ണൂരിന് 9 പോയിന്റാണുള്ളത്. വിജയിക്കുകയാണെങ്കിൽ 12 പോയിന്റാകും. തിരുവനന്തപുരം കൊമ്പൻസിന് സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമാണ്. 5 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റാണ് കൊമ്പൻസിനുള്ളത്. മത്സരം കാണാനെത്തുന്നവർക്ക് ടിക്കറ്റുമായി വൈകിട്ട് 5 മണി മുതൽ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 3-ാം ദിവസം കേരളത്തിനെതിരെ സൌരാഷ്ട്രയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സൌരാഷ്ട്ര 3 വിക്കറ്റ് നഷ്ടത്തിൽ 82 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ കേരളം 73 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയിരുന്നു. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ കാർത്തിക് വെങ്കട്ടരാമൻ 4ാം റൌണ്ടിൽ പ്രവേശിച്ചു. അർജുൻ എരിഗൈസി, ആർ പ്രജ്ഞാനന്ദ, പി ഹരികൃഷ്ണ, വി പ്രണവ് എന്നിവരാണ് 4ാം റൌണ്ടിലേക്ക് യോഗ്യത നേടിയ മറ്റു താരങ്ങൾ. ലോകകപ്പിലെ ആദ്യ 3 സ്ഥാനക്കാർ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടും. BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് തിരുവനന്തപുരത്ത് നയിക്കുന്ന അനന്തപുരി വികസന സന്ദേശ പദയാത്രയുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുട്ടട ജംഗ്ഷനിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ K. സോമൻ നിർവഹിക്കും. മുട്ടട നിന്ന് അമ്പലമുക്ക് പേരൂർക്കട വഴി കുടപ്പനക്കുന്നിൽ സമാപന സമ്മേളനത്തോടെ പദയാത്ര സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി സഹകരിക്കില്ലെന്ന് മുൻ MLAയും TMC നേതാവുമായ PV അൻവർ. LDFിനെതിരെ ആരുമായും സഹകരിക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കുന്നം കാരുപ്പാറ സ്വദേശി സോജി സോജനാണ് മരിച്ചത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തൃശൂർ ചന്ദ്രാപിന്നി സ്വദേശി സുഹാസിനെയാണ് ബത്തേരി പോലീസ് പിടികൂടിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നതിനിടെ 3 ദിവസം മുമ്പാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ബത്തേരി മുത്തങ്ങ കല്ലൂരിൽ ഇന്നോവ കാർ ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നാളെയും മറ്റന്നാളും ശുദ്ധജല വിതരണം ഭാഗികമായും 13-ന് പൂർണ്ണമായും തടസ്സപ്പെടും. കുര്യത്തി സെക്ഷൻ പരിധിയിലെയും പാറ്റൂർ സെക്ഷൻ പരിധിയിലെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും വെള്ളിയാഴ്ച കോഴിക്കോട് താലൂക്ക് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ ഹർജികൾ പരിഗണിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 516 പോയിന്റ് നേട്ടത്തിൽ 83,738-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 119 പോയിന്റ് ഉയർന്ന് 25,627-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. സ്വർണ്ണം ഗ്രാമിന് 110 രൂപ ഉയർന്ന് 11,295 രൂപയും പവന് 880 രൂപ വർദ്ധിച്ച് 90,360 രൂപയുമാണ് ഇന്നത്തെ വില. ബഹുമുഖ നാവികാഭ്യാസമായ മലബാർ 2025 പങ്കെടുക്കുന്നതിനായി നാവികസേനയുടെ കപ്പൽ INS സഹ്യാദ്രി വടക്കൻ പസഫിക്കിലെ ഗുവാമിലെത്തി. പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുക എന്നിവയിലെ ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത INS സഹ്യാദ്രി നിരവധി പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11 തീയതികളിൽ തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അങ്കോളൻ ദേശീയ അസംബ്ലിയിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സമരത്തിലുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് പാലക്കാട് സമാപിക്കും. മലപ്പുറം മുന്നേറ്റം തുടരുന്നു. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.